കണ്ടോ, ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. ഫ്രണ്ടിൽ ഞാൻ ഈ ഒരു പാനലിന് ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതായത് ഓക്കെ, ഇതും വെക്കാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ പുതിയ ഗ്യാസിയർ പാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്ക് ഓഫ് 5 ആണ്. അപ്പോൾ ഇതിന് MRP വരുന്നത് ഏകദേശം 899 റുപ്പീസാണ് വരുന്നത്. സിംഗിൾ പീസ് ഇവിടെ കൊടുത്തേക്കുന്നത് 179 റുപ്പീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പാക്കിലുള്ള മോഡൽസിൻ്റെയൊക്കെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് 1 by 1 ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി ഈ ടോപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽസ്. ഓക്കെ, നമുക്കപ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ബ്ലൂ വണ്ടി നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോഡൽ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതേപോലെ ഇതിൻ്റെ ഒരു വിൻഡോസൊക്കെ കുറച്ച് യെല്ലോ ടിൻറ്റഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതായത് പ്ലെയിൻ ഗ്ലാസ് അല്ല, ക്ലിയർ ഗ്ലാസ് അല്ല, കുറച്ച് യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻജിൻ ഏരിയയൊക്കെ എക്സോസ്റ്റ് പോലെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ ചെറുതും ബാക്കിലത്തെ കുറച്ച് വലിയ വീൽസുമാണ്. ഓക്കെ, അടിവശത്തൊക്കെ മെറ്റൽ, ഓക്കെ ഇത് മെറ്റലാണെന്ന് തോന്നുന്നു. അതേപോലെ ടയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇത് ബോക്സിലിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് റബ്ബർ ആയിരിക്കും, പ്രീമിയം പോലെ. പക്ഷേ ഇത് റബ്ബർ അല്ല, ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ ഒരു ഫീൽ കിട്ടുന്നുണ്ട് റബ്ബറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി. അപ്പോൾ ഇതിൻ്റെ വിൻഡോസ് ഒരു സിയാൻ കളർ ടിൻറ്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്, ക്ലിയർ ഗ്ലാസ് അല്ല. അപ്പോൾ ആദ്യത്തിൻ്റെ ഒരു യെല്ലോ ആയിരുന്നു, ഇതിൻ്റെ ഒരു സിയാൻ കളറാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയും ഫ്രണ്ടിലത്തെ വീല് ചെറുതും ബാക്കിലത്തെ വലുതും. എനിക്കൊന്ന് ഈ ഒരു ഗ്യാസർ സീരീസ് ഫുള്ളും ഇതേപോലെ ബോണറ്റ് ഓപ്പൺ ആയിട്ടും അതേപോലെ ഈ ടയർ സൈസ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതേപോലെ ടോപ്പിൽ ഈ സ്ട്രോക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു മീൻ ലൈൻ വണ്ടി അല്ലെങ്കിലും ഇതിന് ഇത്രയും ഹൈ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ബ്ലർനെസ്, അതായത് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹോട്ട് വീൽസ് എന്ന് എഴുതിയേക്കുന്ന ഇതിൻ്റെയൊക്കെ ഒരു ഷാർപ്പ്നെസ് ഭയങ്കര അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. വേറെ ലെവലാണ്. അത് നമുക്ക് ഒരിക്കലും ബ്ലറായ പോലെ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇതിനും ലൈറ്റ് കൊടുത്തിട്ടില്ല, ക്രോം ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ലൈറ്റ് പോലെ തന്നെ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടില്ല ലൈറ്റായിട്ട്. ഇതിന് ഈ ഒരു ബാക്കിലും കൂടെ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ നൈസായിരുന്നു എനിക്ക് തോന്നി. ഈ ബാക്കിൽ ഗ്ലാസ് ഇല്ല, ഈ ഒരു സൈഡിലും ഫ്രണ്ടിലും മാത്രമേ ഉള്ളൂ ടിൻറ്റഡ് ഗ്ലാസ്. ബാക്കിയെല്ലാം ഇങ്ങനെ എംറ്റി ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വണ്ടി. ഇതാണ് നമ്മുടെ പാക്കിലെ തേർഡ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ഗ്രാഫിക്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് വളരെ ഷാർപ്പായിട്ടാണ് കൊടുത്തേക്കുന്നത്, ഒരു ചെറിയ ബ്ലർനെസ് പോലും ഇല്ല ഈ ലൈൻസിനൊക്കെ. അതേപോലെ ഇവിടെയുള്ള പേരൊക്കെ ആണെങ്കിൽ ഈ 454 എന്നൊക്കെ എഴുതിയേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ശകലം പോലും ബ്ലറായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ ടയർ മാത്രം റബ്ബർ അല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനും റബ്ബറാന്ന് തന്നെ ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇതേപോലെ ബോണറ്റ് ഏരിയ ഓപ്പൺ ആണ്, എഞ്ചിനായിട്ട് പുറത്തേക്ക് നിൽക്കുന്നതാണ്. പിന്നെ ഇതിനും ലൈറ്റായിട്ട് ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടില്ല, പെയിൻറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ക്രോം ഫിനിഷ് ഇല്ല, ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഇത് ഈ കട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു. പക്ഷേ ഇത് ഓപ്പണബിൾ അല്ല, ഫിക്സ്ഡ് ആണ്. അതേപോലെ ഇതിൻ്റെ ടയർ സൈസ് ഡിഫറൻസ് ഉണ്ട്, ഫ്രണ്ടിൽ ചെറുതും ബാക്കിൽ വലുതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ടിൻറ്റഡ് ഗ്ലാസ് അല്ല വരുന്നത്, ഇതിന് ക്ലിയർ ഗ്ലാസ് ആണ് വരുന്നത്. അതായത് ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ക്ലിയർ ഗ്ലാസ് തന്നെയാണ് വരുന്നത്, ടിൻറ്റഡ് ഗ്ലാസ് അല്ല വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ ഞാൻ ഈ ഒരു പാനലിന് ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്ലാസും ഈ ഒരു ടോപ്പ് ഏരിയയിട്ട് എനിക്കിനി അറിയത്തില്ല ഈ ഒരു മോഡലിന് മാത്രമാണോ അതോ ഈ ഫുൾ പാക്കിൽ വരുന്ന എല്ലാത്തിലും ഇങ്ങനെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ ഒരു വണ്ടിയുടെ മാത്രം പ്രശ്നമായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാക്കിലെ മൂന്നാമത്തെ വണ്ടി. അതായത് ഈ ഒരു 5 ഓഫ് പാക്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഈ ഒരു വണ്ടിയാണ്. കാരണം ഡിസൈൻ കൊണ്ട് എനിക്ക് ഈ ഒരു വണ്ടിയാണ് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ ഒരു കളർ, അതായത് ഈ ഒരു റെഡും വൈറ്റും ബ്ലൂവും ഈ ഒരു യെല്ലോ ടെക്സ്റ്റും കൂടെ ഉള്ളൊരു ടോൺ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ചീസിൻ്റെ ഈ ഗ്രാഫിക്സ് കണ്ടു കഴിഞ്ഞാൽ കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഷാർപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഇതിന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഓപ്പൺ ചെയ്ത 3 വണ്ടിയുടെ പോലെയല്ല. ഇതിന് ബോണറ്റ് ഉണ്ട്, ആ ഒരു എൻജിൻ സൂപ്പർ ചാർജർ ആ ഒരു ഏരിയ മാത്രമാണ് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ഒരു ബോണറ്റ് സ്റ്റില്ലുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു ടയർ ചെറുതാണ്, ബാക്കിൽ നല്ല വലിയ ടയറാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ഹോട്ട് വീൽസിൻ്റെ ലോഗോ ഉണ്ട്. പിന്നെ ഇതിന് ഈ ഒരു വണ്ടിയുടെ പോലെ ഫ്രണ്ട് ഏരിയയും ഇവിടെയൊക്കെ ക്രോം ഫിനിഷ് അല്ല വരുന്നത്. അതായത് ബമ്പറും കാര്യങ്ങളും ഗ്രില്ലും എല്ലാം ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്, ക്രോം ഫിനിഷ് വരുന്നില്ല. എൻജിൻ മാത്രമേ ഉള്ളൂ ക്രോം ഫിനിഷ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ വണ്ടി. അടുത്ത വണ്ടിക്കാണ് ഒരു ചെറിയ പ്രത്യേകതയുള്ളത്. അതായത് ഇതൊരു ട്രക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു പാക്കിലെ ലാസ്റ്റ് വണ്ടി, 5th വണ്ടി. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക്
ഈ ഒരു സാധനം അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കിത് കേട്ടോ, ഇത് ബാക്കിലേക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റും. അതായത് ഈ ഒരു ട്രക്കും ബ്ലാക്കും ക്രോം ഫിനിഷാണ്, അതേപോലെ തന്നെ ഈ ഒരു കാറും ബ്ലാക്ക് ആൻഡ് ക്രോം ഫിനിഷാണ്. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളിവിടെ ഇങ്ങനെ നിങ്ങൾ ഓപ്പൺ ബോക്സ്ഡാണ് വെക്കുന്നതെങ്കിൽ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. കണ്ടോ, ഈ ഒരു ബ്ലാക്ക് ആൻഡ് ക്രോം ഫിനിഷ് നല്ല ലുക്കുണ്ട് കാണാനായിട്ട്. അതായത് ഇതിങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ കയറ്റി ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരുന്നോളൂ. കണ്ടോ, എനിക്കൊന്ന് നമുക്ക് വേറെ കാറ് വെച്ച് നോക്കാം, ചിലപ്പോൾ ആ ഒരു സൈസ് മാച്ച് ആവത്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇതും വെക്കാം കേട്ടോ, എല്ലാം വെക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ബ്ലാക്കും കൂടെ വരുമ്പോഴത്തേക്കിനാണോ ഒരു മാച്ചിങ് ഉള്ളത്. അതേപോലെ ട്രക്കിൻ്റെ ഗ്ലാസ് നോക്കിയാലും, അതായത് ഇവിടെ ഒരു മിറർ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത്. അതായത് പാസ് ത്രൂ ഇല്ല, നമുക്ക് അകത്തേക്ക് കാണത്തില്ല. ഫ്രണ്ടിലെ ഗ്ലാസ് മിറർ പോലെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, എല്ലാ സൈഡിലും എല്ലാം മിറർ തന്നെയാണ്, അകത്തേക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ഇൻറ്റീരിയർ അവർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ കാണാൻ പറ്റും. പക്ഷേ ഈ ട്രക്കിൻ്റെ അങ്ങനെയല്ല, എനിക്കൊന്ന് ഈ സ്പേസ് കുറവായതുകൊണ്ടായിരിക്കും. അതിൽ ഇവിടെ 2 ക്രോം ഫിനിഷ് സൈലൻസർ കാണാം. മറ്റേ കാർ പോലെ തന്നെ ഇതിൻ്റെ ഈ ബാക്കിലത്തെ ചേസ് കംപ്ലീറ്റ് ആയിട്ട് ക്രോമിലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതിലേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ ചെറുതാണ്, ബാക്കിലത്തെ വലുതാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ ബാക്കി എല്ലാ വണ്ടിയുടെ ഈ ഒരു ടയർ പ്രൊഫൈൽ സെയിമാണ് കണ്ടോ. പക്ഷേ ഈ ട്രക്കിൻ്റെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു സീരീസിൽ ട്രക്കിന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ ഒരു ടയറിൻ്റെ തിക്നെസ് ഈ ട്രക്കിന് ഭയങ്കര കുറവാണ്. ഓക്കെ, കണ്ടോ, വീഡിയോയിൽ കാണാൻ പറ്റുന്ന വിധത്തില്ല. ഓക്കെ, ട്രക്കിന് ഭയങ്കര ടയർ സൈസ് കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സീരീസിലെ ലാസ്റ്റ് വണ്ടി. അപ്പോൾ ഈ ഒരു സീരീസിൽ എനിക്കിഷ്ടപ്പെട്ടത്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വണ്ടിയാണ്. അപ്പോൾ ചിലവർക്ക്, ഞാൻ യൂട്യൂബിലെ കൂടുതലും കണ്ടതിൽ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് പറയുന്നത് ഇതാണ്. കാരണം ചിലപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും, അതുകൊണ്ടൊരു നൈസാണ് കാണാൻ. പക്ഷേ സ്റ്റിൽ എനിക്ക് ഈ ഒരു കളർ വൈസ് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടിയാണ്. നിങ്ങൾക്ക് വേറെ വണ്ടി വേണമെങ്കിലും, ഇപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം, അതുവരെ ബൈ.